ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കാണാൻ വന്നിട്ട് 250 രൂപ മുടക്കി ഇത്രയും നേരം ഞാൻ നടന്നിട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പവലിയനിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കുട്ടികൾ ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ശാസ്ത്ര പരീക്ഷണങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ കുറച്ച് കുട്ടികളുടെ ശാസ്ത്ര പ്രദർശനങ്ങൾ കാണാം. നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹലോ, എൻ്റെ പേര് അഫ്സൽ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകും. ഇന്നിവിടുത്തെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് വൈനും പാലും എന്നാണ്. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും ഫിനോഫ്തലിനും പിന്നെ ആസിഡും പിന്നെ ബേരിയം ക്ലോറൈഡും ആണ്. ആദ്യം നമുക്ക് ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് ഒരു ചെറിയൊരു ബീക്കറിൽ വെക്കുന്നു. ശേഷം ഇതിലേക്ക് ഫിനോഫ്തലിനാണ് ഒഴിക്കുന്നത്. നിറം കൊണ്ട് ഇതൊരു വൈനായി മാറിയിരിക്കുകയാണ്. ഇതിന് കാരണം ഈ ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലിയാണ്. അതുപോലെ തന്നെ ഇതൊരു ഇൻഡിക്കേറ്ററാണ്. അതും ആൽക്കലിയെ തിരിച്ചറിയാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. അതുകൊണ്ടാണ് ഈ ഒരു പിങ്ക് നിറം ഇതിന് നൽകിയേക്കുന്നത്. ഇനി നമുക്കിതിനെ മിൽക്ക് ആക്കണം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഇതിനെ തിരിച്ച് കളർലെസ് ആക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് പൂർണ്ണമായും കളർലെസ് ആയി. ഇതിന് കാരണം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കലി പ്രസന്റിങ് ആണ്. ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഈ ആസിഡും ആൽക്കലിയും കൂടെ കൂടിച്ചേർന്ന് ന്യൂട്രലൈസേഷൻ എന്നൊരു പ്രോസസ്സ് ഉണ്ടായിട്ട് ഇത് രണ്ടും നശിച്ചു പോകുന്നു. അപ്പോൾ നമുക്കിവിടെ അടുത്തതായിട്ട് നമ്മൾ പാലാണ് ആക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആഡ് ചെയ്ത് ബേരിയം ക്ലോറൈഡ് ആണ്. ഈ വെള്ളത്തിൽ സൾഫ്യൂരിക് ആസിഡിന്റെ സൾഫർ ഉണ്ടായതുകൊണ്ട് തന്നെ ബേരിയം ക്ലോറൈഡായിട്ട് അത് മിക്സായി ബേരിയം സൾഫേറ്റ് ആയി മാറുന്നു. ഇത് ഒരു കണികകൾ പോലെയാണ്. ഇത് നേരത്തെ ചെയ്തു വെച്ചതിൻ്റെയാണ്. ഇതിലെ കണികകളായിട്ട് ഇവിടെ താഴെ കണികകളും മുകളിൽ വെള്ളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പാൽ നിറത്തിലേക്ക് മാറും. ഇതാണ് നമ്മുടെ പരീക്ഷണം. താങ്ക് യു. എൻ്റെ പേര് ഇന്ദ. ഞാൻ GHS തോന്നിക്കലിലാണ് പഠിക്കുന്നത്. ഞാൻ കഴക്കൂട്ട മേഖല നിന്നാണ് വന്നത്. എൻ്റെ പേര് ശിവകാമി. ഞാൻ ആറ്റിങ്ങൽ ബോയ്സിലാണ് പഠിക്കുന്നത്. ആറ്റിങ്ങൽ മേഖല ബാലവേദിയാണ്. എൻ്റെ പേര് ശ്രീദേവ് ഹരീഷ്. ഞാൻ GHS സവനാഞ്ചേരി നിന്നാണ് വരുന്നത്. ആറ്റിങ്ങൽ മേഖല ബാലവേദി. ഇതെന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ്. ഇതെന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ്. പരീക്ഷണത്തിൻ്റെ പേര് അപ്രത്യക്ഷമാകുന്ന ഗ്ലാസ് ദണ്ട്. നമുക്കിവിടെ 5 ബീക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ബീക്കറിൽ നമ്മൾ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഈ വെള്ളത്തിനകത്ത് ഈ ഒരു ഗ്ലാസിൻ്റെ ദണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ഒടിവാണ് കഴിയും. അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വ്യത്യസ്തമായതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ സിനിമയിലൊക്കെ കരയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലിസറിനാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ഈ ഗ്ലിസറിൽ ഒഴുക്കി വെച്ച രണ്ടാമത്തെ ബീക്കറിൽ ചെറുതായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ അല്ലേ ഗ്ലാസിൻ്റെ തണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.46 ആണ്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് കടത്തിവിടുന്നത്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ, കോക്കനട്ട് ഓയിൽ കണ്ടോ? നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് സൺഫ്ലവർ ഓയിലാണ്. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.47 ആണ്. ഗ്ലാസിൻ്റെത് 1.5 ആണ്. അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി സെയിം ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് റോഡ് ഇതിലൂടെ കാണാൻ കഴിയില്ല നമുക്ക്. ഇതും സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. ആ സൺഫ്ലവർ ഓയിലിൻ്റെ അകത്ത് ഒരു ബീക്കർ ഇമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ബീക്കർ തന്നെയാണ്. ആ ഗ്ലാസ് ബീക്കറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും 1.5 ആണ്. ഇതും സൺഫ്ലവർ ഓയിൽ ആയതുകൊണ്ട് തന്നെ 1.47 ആണ് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത് രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് സെയിം രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ബീക്കർ ഉണ്ടെന്ന് അറിയാൻ കഴിയില്ല. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു അങ്ങനെ പല മീഡിയത്തിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസസ് ആണ് പറയുന്നത്. പിന്നെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ നമുക്ക് റെയിൻബോ ഫോർമേഷനിലൂടെ കാണാൻ കഴിയും. റെയിൻബോ ഫോർമേഷന് മെയിൻ കാരണം റിഫ്രാക്ഷനാണ്. പിന്നെ ലെൻസസ്, ക്യാമറ, ഇങ്ങനെ പല ഡിജിറ്റൽ ആയിട്ടുള്ള ഉപകരണങ്ങളിലും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ടെലസ്കോപ്പിലും ബൈനോക്കുലറിലുമൊക്കെ ഈ റിഫ്രാക്ഷൻ ഫിനോമിനൻ നടക്കുന്നുണ്ട്. പിന്നെ ട്വിങ്ക്ലിംഗ് സ്റ്റാഴ്സിൽ മെയിൻലി നടക്കുന്നത് റിഫ്രാക്ഷനാണ്. പിന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സൂര്യനെ കാണുന്നതും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് നമുക്ക് സൂര്യനെ കാണാൻ കഴിയുന്നതും റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ കാരണമാണ്. അപ്പോൾ ഇതെല്ലാം ഓരോ മീഡിയത്തിലും ഓരോ ഗ്യാസിലും ഗ്യാസസിലും ലിക്വിഡ്സിലും ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് ആണ് ഈ എക്സ്പെരിമെൻറ്റിൽ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത്.
എൻ്റെ പേര് ഗൗരിയസ്. ഞാൻ സെൻറ്റ് ഗോറിറ്റീസ് HS നാലാഞ്ചിറയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് ദേവി കൃഷ്ണ AK. ഞാൻ സെൻറ്റ് ക്രിസോസ്റ്റം GHSലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് നന്ദന. ഞാൻ ഗവൺമെൻറ് MTHS ഊരുട്ടുകാലയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ കൃത്രിമ സൂര്യാസ്തമയമാണ്. നമ്മളിപ്പോൾ പകല് സൂര്യനെ കാണുമ്പോൾ ഒരു വൈറ്റ് കളറായിരിക്കും, പക്ഷേ അത് ഒരു അസ്തമിക്കാറൊക്കെ ആകുമ്പോൾ ഒരു റെഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിലോട്ട് വരും. അതിനെ തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം തയോസൾഫേറ്റും അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ നമുക്ക് വൈറ്റ് സൾഫർ കിട്ടും. നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ് സൂര്യൻ ഇതേപോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ അതിന് ശേഷം വൈകുന്നേരം അസ്തമിക്കാറാകുമ്പോൾ ഈ ഒരു കളറായിരിക്കും ഉണ്ടാകുന്നത്, റെഡ് അല്ലെങ്കിൽ ഓറഞ്ച്. എന്തുകൊണ്ട് വൈകുന്നേരം നമ്മൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ കളേഴ്സ് ഒന്നും കാണുന്നില്ല? ഇതിന് കാരണം രാവിലെ എയർകോളം കുറവായിരിക്കും. എയർകോളം കുറവുള്ളപ്പോൾ വേവ് ലെന്ത് കുറഞ്ഞ കളേഴ്സായ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എല്ലാ കളേഴ്സും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ വേവ് ലെന്ത് കുറഞ്ഞ കളേഴ്സ് ഒന്നും നമുക്ക് വൈകുന്നേരം കാണാൻ സാധിക്കുന്നില്ല. വേവ് ലെന്ത് കൂടിയ കളേഴ്സായ റെഡ്, ഓറഞ്ച്, യെല്ലോ മാത്രമേ വൈകുന്നേരം അസ്തമയസൂര്യന് കാണാൻ പറ്റുന്നുള്ളൂ. ഹായ്, എൻ്റെ പേര് ആദിഷേസ്. ഞാൻ PBMHS കാരക്കോണത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് കല്ലുകൊണ്ട് വിഷമിറക്കാം അഥവാ ബ്ലൂ ബോട്ടിൽ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടി ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഗ്ലൂക്കോസ് വാട്ടർ, മെഥിലിൻ ബ്ലൂ, ഇതൊരു റാഡക്സ് ഇൻഡിക്കേറ്ററാണ്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബ്ലൂ കളറിലിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴിതൊരു വിഷമാണ്. ഈ വിഷത്തെ നമുക്ക് കല്ല് കൊണ്ടെടുക്കാം. ഇപ്പൊ കാണാം ഇതിന്റെ കളർ പതുക്കെ ഫേഡായി തുടങ്ങിയതായിട്ട് കാണാം. അപ്പോൾ ഇത് ചില വിഷവൈദ്യന്മാർ ആൾക്കാരെ പറ്റിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണിത്. അവർ പറയും ഈ കടിച്ച പാമ്പിന്റെ വിഷം ഇറക്കാം, കല്ലുകൊണ്ട് വിഷം ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണ്. പക്ഷേ ഇത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിദ്യയാണ്. ഇത് സയൻസിന്റെ ബന്ധമെന്ന് വെച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡും ഗ്ലൂക്കോസ് വാട്ടറും തമ്മിൽ മിക്സ് ആകുമ്പോൾ സോഡിയം ഗ്ലൂക്കൈഡ് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടാവുകയും ഈ സൊല്യൂഷന് മാറ്റം വരികയും ചെയ്യും. ഇത് നമ്മൾ വീണ്ടും ഷേക്ക് ചെയ്യുമ്പോൾ വീണ്ടും കളർ മാറുകയും കുറച്ച് കഴിഞ്ഞ് ഇത് ഡീകമ്പോസ് ആയി പഴയ സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്തു. പ്രസക്തിയില്ല. എൻ്റെ പേര് സംനാഥ് കൃഷ്ണ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശാസ്ത്രാജ്യ പരിഷത്തിൻ്റെ ബാലവേദി അംഗമാണ്. എൻ്റെ പേര് ഗോപിക. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ശാസ്ത്ര സാഹിത്യത്തിൻ്റെ ബാലവേദിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് അദ്വൈത് MS. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബാലവേദിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് തേജസ്വിനി ഷാജി. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബാലവേദിയിൽ നിന്ന് വരുന്നു. കാരണം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ലെവർ എക്സ്പെരിമെൻ്റ് ആണ്. ഇപ്പം ഇവിടെ നിന്ന് വലിക്കുമ്പോൾ നമുക്ക് നല്ല ഫോഴ്സ് കൊടുക്കണം. പക്ഷേ മുകളിലോട്ട് വരുംതോറും നമ്മൾ എക്സേർട്ട് ചെയ്യേണ്ട ഫോഴ്സ് കുറഞ്ഞു വരുന്നു. ഇപ്പം ഇവിടെ നിന്ന് വലിക്കുമ്പോൾ ചെറിയൊരു ഫോഴ്സിൽ വലിച്ചാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ സാർ ലെവറാണ്. ലെവർ എന്ന് പറയുമ്പോൾ സിമ്പിൾ മെഷീനാണ്. സിമ്പിൾ മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഈസി ആക്കാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പം ലെവറിനെ നമ്മൾ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ്, ഫൾക്രം, നടുക്ക് വരുന്ന ഫൾക്രം, അതിൻ്റെ എഫേർട്ട്. അപ്പം ഇവിടെ നിന്ന് വലിക്കുമ്പോൾ പാടായിട്ട് തോന്നാൻ കാരണം ഫൾക്രത്തിൽ നിന്ന് എഫേർട്ട് സൈഡിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ എഫേർട്ട് ആം എന്ന് പറയും. എഫേർട്ട് ആമിൻ്റെ അടുത്ത് ലെങ്ത്ത് കുറവുള്ള സ്ഥലത്ത് നിന്ന് എഫേർട്ട് ആം വലിക്കുമ്പം നമുക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഈ വെയിറ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എഫേർട്ട് ആമിൻ്റെ നീളം കൂടുന്തോറും മുകളിൽ നിന്ന് വലിക്കുമ്പം നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസും കുറേ നമ്മൾ ചെറിയ എഫേർട്ട് എക്സെർട്ട് ചെയ്താൽ മതി. ഇതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് ഈ സൈഡ്. റെസിസ്റ്റൻസ് ആം എന്ന് പറയും. റെസിസ്റ്റൻസ് ആമിൻ്റെ ലെങ്ത്ത് കൂടുമ്പം നമ്മൾ ഇപ്പുറത്ത് എഫേർട്ട് ആമിൽ നല്ല ഫോഴ്സ് കൊടുക്കണം. പക്ഷേ റെസിസ്റ്റൻസ് ആമിൻ്റെ ലെങ്ത്ത് ഇവിടെ കുറവായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നാലും ചെറിയ ഫോഴ്സ് കൊടുത്താൽ മതി. എൻ്റെ പേര് അവിനാഷ്. ഞാൻ ജോയ് സെൻട്രൽ സ്കൂളിൽ നിന്ന് വരുന്നു. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് സായുജി SR. ഞാൻ ഗവൺമെൻറ് UPS പേരൻസ് സ്കൂളിൽ നിന്ന് വരുന്നു. 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് നൃത്തം ചെയ്യുന്ന സോഡിയമാണ്.
അപ്പം ഇതിനായി നമുക്ക് വേണ്ടത് വെള്ളവും മണ്ണെണ്ണയും സോഡിയവുമാണ്. അപ്പം ഒരു പീസ് സോഡിയം എടുത്ത് വെള്ളത്തിൽ സോഡിയം വെള്ളത്തിലോട്ട് ഇടാൻ നേരത്ത് സോഡിയം വെള്ളമായിട്ട് റിയാക്ട് ചെയ്യാൻ നേരത്ത് സോഡിയവും ഹൈഡ്രോക്സൈഡും ഉണ്ടാകുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാവും. ഈ ഹൈഡ്രജൻ കാരണം ഇത് മുകളിലോട്ട് പൊങ്ങുകയും ആ ഹൈഡ്രജൻ അവിടെ റിലീസ് ചെയ്യും. മണ്ണെണ്ണക്കാടി ഡെൻസിറ്റി സോഡിയത്തിന് കൂടുതലായതുകൊണ്ട് തന്നെ സോഡിയം വീണ്ടും താഴെ വരും. ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഡാൻസിങ് സോഡിയം എന്ന് വിളിക്കുന്നത്. ഹായ്, എൻ്റെ പേര് അഭിനവ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗവൺമെൻറ് WPS ആറ്റിങ്ങൽ എന്നാണ് പറഞ്ഞത്. നമ്മൾ കുറേ കൂട്ടുകാരുണ്ട്, ബാലവേദി അംഗങ്ങളാണ്. എൻ്റെ പേര് മദൻ കുമാർ. ഞാൻ ടൗൺ APS സ്കൂളിൽ നിന്നാണ് വരുന്നത്. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് അക്ഷയ്. ഞാൻ ഗവൺമെൻറ് WPS ആറ്റിങ്ങലിൽ നിന്നാണ് വരുന്നത്. ഞാൻ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. നമ്മളെല്ലാവരും ബാലവേദിയിലെ കൂട്ടുകാരാണ്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോണ പരീക്ഷണത്തിൻ്റെ പേരാണ് കയറില്ലാതെ കെട്ടിയിടാം. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അത് ഓരോന്നായി ഒരാളെ വെച്ച് ചെയ്യണം. ആദ്യം ഒരാളെ നമ്മൾ കസേരയിലേക്ക് ഇരുത്തും. എന്നിട്ട് അവരുടെ പൊസിഷൻ നമ്മൾ ശരിയാക്കും. ആദ്യം കാല് അവർ ശരിയായി വെക്കണം. എന്നിട്ട് കൈ രണ്ടും മുട്ടിലേക്ക് വെക്കുക. എന്നിട്ട് നട്ടല് തുറന്നിരിക്കുക. കസേരയിൽ ചാരാതെ നട്ടല് തുറന്നിരിക്കുക. എന്നിട്ട് അവരെടുത്ത് എഴുന്നേക്കാൻ പറയണം. കാല് പിറകിലോട്ട് വെക്കാതെ കൈ കസേരയിൽ കുത്താതെ കുനിയാതെ അവരെടുത്ത് എഴുന്നേക്കാൻ പറയണം. അപ്പോൾ എഴുന്നേക്കോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. പൊസിഷൻ ചേഞ്ച് ചെയ്യാതെ എഴുന്നേക്കണം അല്ലേ? കാല് കുത്തരുത്, കാല് നോക്കി ചെയ്യാം. എഴുന്നേക്കാൻ പറ്റില്ല. ഏതൊരാളായാലും ഈ ഒരു പൊസിഷനിൽ ആർക്കും എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ഇതിന് കാരണം എന്തെന്നാൽ സെന്റർ ഓഫ് ദ ഗ്രാവിറ്റി അഥവാ നമ്മളെ നട്ടലിന്റെ താഴേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഒരാളെ ഇരുത്തുമ്പോൾ എണീക്കാൻ ശ്രമിക്കുമ്പോൾ സെന്റർ ഓഫ് ദ ഗ്രാവിറ്റി നമ്മളെ താഴേക്ക് വലിക്കുന്നു. ആയതിനാൽ നമുക്ക് എണീക്കാൻ സാധിക്കുന്നില്ല. അല്ലാതെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നട്ടൽ അഥവാ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ബെൻഡ് ചെയ്തുകൊണ്ടാണ് മൂവ്മെന്റ് നടത്തുന്നത്. അഥവാ കാലാണ് നമ്മളെ ബേസ്, അവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഒരു കസേരയിൽ നിന്ന് എണീക്കാറ്. ഇവിടെ ഈ ഒരു പൊസിഷനിൽ ഇവൻ അത് സാധിക്കുന്നില്ല. അപ്പോൾ ഏതൊരു മനുഷ്യരും അത് സാധിക്കത്തില്ല. ആ പരീക്ഷണമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷണത്തെ കയറില്ലാതെ കെട്ടിയിടാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പരീക്ഷണം എല്ലാവർക്കും വീട്ടിലും ചെയ്തു നോക്കാം അല്ലേ? ഈ പരീക്ഷണം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാനേ ഉള്ളൂ. കസേരയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അഷ്ടമി AR. ഞാൻ SSVGHS ചിറയൻകീഴ് സ്കൂളിൽ നിന്നും വരുന്നതാണ്. നമസ്കാരം, ഞാൻ ശിവകീർത്തൻ. ഞാൻ GHS ഇളമ്പയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമസ്കാരം, ഞാൻ അദ്വൈത്. ഞാൻ ഗവൺമെൻറ് UPS മുടവരത്ത് പഠിക്കുന്നു. ഞങ്ങളിവിടെ ചെയ്യുന്നത് അയഡിൻ്റെ ക്ലോക്ക് റിയാക്ഷൻ എന്നൊരു എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഈ റിയാക്റ്റൻസിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ആ ഒരു ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും സൾഫ്യൂരിക് ആസിഡിൻ്റെയും ഒരു മിക്സറാണ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പൊട്ടാഷ്യം അയോഡിൻ്റെയും സോഡിയം തയോസൾഫേറ്റിൻ്റെയും മറ്റൊരു മിക്സറാണ്. ഇത് രണ്ടുകൂടി മിക്സ് ചെയ്തപ്പോൾ ഇവിടെ ഓൾറെഡി അയഡിൻ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി അയഡിൻ്റെ പ്രസൻസ് തിരിച്ചറിയുന്നതിന് വേണ്ടി സ്റ്റാർച്ച് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർച്ച് ഉപയോഗിച്ചപ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. നല്ലൊരു പർപ്പിൾ കളറായി മാറിയിട്ടുണ്ട്. ഈ കളർ ചേഞ്ചിൻ്റെ കാരണം എന്ന് വെച്ചാൽ അയഡിൻ്റെ പ്രസൻസ് ആണ്. ഇതിന് പിന്നിൽ ഇത് കാരണം പൊട്ടാസ്യം അയഡൈഡിൽ സോഡിയം തയോസൾഫേറ്റിൽ അയഡിൻ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ അത് അയഡിൻ ഫ്രീ ആവും. ആ ഫ്രീ ആവുന്ന അയഡിന് നമ്മൾ സ്റ്റാർച്ച് ഉപയോഗിച്ച് അതിന് കളർ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഋഷഭദ്ര ഗേൾസ് ഹൈ സ്കൂളിലാണ് പഠിക്കുന്നത്, ആറ്റിങ്ങൽ. ഞാൻ ഭദ്രാശ്യാം. ഞാൻ 8ാം ക്ലാസ്സിൽ ഗേൾസ് ഹൈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ശ്രീമോൾ. ഞാൻ 8th ഗേൾസ് GGHSS ആറ്റിങ്ങലിലാണ് പഠിക്കുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോണ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ന്യൂട്ടോണിയൻ ഫ്ലൂയിഡാണ്. ഇത് നമ്മൾ കോൺഫ്ലവറും വാട്ടറും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഫ്ലൂയിഡാണ്. അപ്പോൾ അത് നമ്മൾക്ക് വെള്ളം ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡാണ്. അപ്പോൾ അതിൽ കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ അതൊരു ആൻറ്റി ന്യൂട്ടോണിയൻ ഫ്ലൂയിഡായിട്ട് മാറും. അപ്പോൾ അതിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ
അത് ഇങ്ങനെ തെറിക്കത്തില്ല. പക്ഷെ വെള്ളത്തിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് എല്ലായിടത്തും സ്പ്രെഡ് ആവും. അപ്പൊ ഇത് ന്യൂട്ടന്റെ ഒരു ലോക്ക് എതിരെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആന്റി ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പേരിട്ടത്. എടുക്കാം. ഞാൻ ശ്രേയ. ഞാൻ ബാലവേദിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് നമ്മൾ ഈ ചെയ്യാൻ പോണതിന്റെ പേരാണ് അച്ചുതണ്ടിന്റെ ചരിവ്. നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റാൻ 1 വർഷം വേണം. ആ വർഷത്തിൽ നമുക്ക് പലതരം ക്ലൈമാറ്റിക് റീജൻസ് ആണ് കിട്ടുന്നത്. ഇതിന് കാരണം നമ്മുടെ ഭൂമി 23.5 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത്. നമ്മുടെ ഭൂമി നേരെ നിന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ക്ലൈമാറ്റിക് റീജൻസ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ പേര് വൈഷ്ണവി മണിക്കുട്ടൻ. ഞാൻ HS ബാലരാമപുരത്തെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് അഭിനവ് പി നായർ. ഞാൻ സർവോദയ വിദ്യാലയം 4-5 പഠിക്കുന്നു. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അച്ചുതണ്ടിൻ്റെ ചരിവ്. അച്ചുതണ്ട് ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സീസൺസും ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആവുന്നത്. ഈ അച്ചുതണ്ട് ചരിഞ്ഞ് ഇരുന്നില്ലെങ്കിൽ ഇത് സൂര്യനാണ്, ഇത് എർത്ത്. അച്ചുകൊണ്ട് ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ക്ലൈമറ്റും സീസൺസ് എല്ലാം ചേഞ്ച് ആവുന്ന. നേരെ ഇരുന്നിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ആവില്ലേ. എൻ്റെ പേര് അനുപ്രിയ. ഞാൻ അയലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ശിവേക. ഞാനും അയലത്തുനിന്നാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റിലെ നിരോക്സീകരണമാണ്. ഇത് കാസ്റ്റിക് സോഡ അഥവാ സോഡിയം ഹൈഡ്രോക്സ്. ഷുഗർ സൊല്യൂഷൻ. അപ്പോൾ തന്നെ ഇത് പച്ചയായി മഞ്ഞയായി അതിനുശേഷം ഇത് ഓറഞ്ചായി അതിനുശേഷം ഇത് റെഡായി. ഇതിൻ്റെ സയൻസ് എന്ന് പറഞ്ഞാൽ ഈ പൊട്ടാസ്യത്തിൽ 4 ഓക്സിജൻസ് ഉണ്ടാകും. ഇത് KNMO4 എന്ന് പറഞ്ഞാൽ 4 ഓക്സിജൻ. ഈ ഓക്സിജൻ ഇതിനകത്ത് ഈ കാസ്റ്റിക് സോഡയുമായിട്ട് രാസപ്രവർത്തനം ചെയ്യുമ്പോഴാണ് ഇവിടെ കളർ ചേഞ്ച് ആവുന്നത്. പിന്നെ ഒരു നിറമാറ്റം എന്ന് പറഞ്ഞാൽ ഇത് ഈ 4 ഓക്സിജന് പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ കളർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഇത് നിറമാർന്ന ഓറഞ്ചിനെ പോലെയാണല്ലേ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനൊരു പേരിട്ടിട്ടുണ്ട്, രാസഓന്ത് അഥവാ കെമിക്കൽ ക്യാമിലോൺ എന്ന് ഇട്ടിട്ടുണ്ട്. എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എൻ്റെ പേര് ദേവേന്ദു. എൻ്റെ പേര് കൃഷ്ണതീർത്ഥ. എൻ്റെ പേര് ജുവൽ. എൻ്റെ പേര് നേത്ര. ഞാൻ ഗവൺമെൻറ് UPS ആലന്ത്ര സ്കൂളിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഗവൺമെൻറ് UPS ആലന്ത്രയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാനും ആലന്ത്ര സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനും ആലന്ത്ര സ്കൂളിലാണ്. ഞാൻ 7ലാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ നമ്മളെക്കാട്ടിലും ഒരു 2 ഇരട്ടിയൊക്കെ വലിപ്പമുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് ഒരു നോർമൽ എയർ പില്ലോ ആണ്. നമ്മൾ സാധാരണ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ എയർ പില്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് എത്ര വെയിറ്റ് ഉള്ള ഒരാളെയും ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ തന്നെ ഇവനിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. പക്ഷേ ഇവനേക്കാളും നമ്മൾ ഒരു 130 കിലോ ഉള്ള അപ്പൂപ്പ വരും. അല്ല അങ്കിളെ ഓക്കെ. അപ്പം നമ്മൾ ഈ അങ്കിളിനെ ഇവിടെ വെച്ച് പൊക്കാൻ പോവാണ്. ഞാൻ ലിഫ്റ്റ് ആവുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ ലിഫ്റ്റ് ആവുന്നുണ്ട്. ഇതിന് കാരണം എന്ന് വെച്ചാൽ ഇവള് ഇതിലേക്ക് ഊതിപ്പിടുന്ന വായു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ അങ്കിളിനെ നമുക്ക് എളുപ്പം ലിഫ്റ്റ് ആക്കാൻ പറ്റിയത്. പിന്നെ 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന ബ്ലെയ്സ് പാസ്കലാണ് ഇത് കണ്ടുപിടിച്ചത്. പാസ്കൽ നിയമം എന്നാണ് ഇതിന് പറയുന്ന പേര്.
അതേപോലെ തന്നെ ഇത് നിത്യജീവിതത്തിൽ ഒരുപാട് യൂസ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വലിയ വാഹനങ്ങളൊക്കെ കൊക്കയിലും വലിയ കുഴിയിലും ഒക്കെ വീഴുന്ന സമയത്ത് നമ്മൾ ക്രെയിൻ ഉപയോഗിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഇതേപോലുള്ള എയർ വച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ സെയിം സാധനം നമുക്ക് വീടുകളിലും ഉണ്ടാക്കാൻ സാധിക്കും. അതായത് പാല് വാങ്ങുന്നതിൻ്റെ കവർ, എണ്ണ വാങ്ങുന്നതിൻ്റെ കവറുകളുടെയൊക്കെ സൈഡിൽ ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊരു ട്യൂബ് ഘടിപ്പിച്ചാൽ നമുക്ക് പൊക്കാൻ സാധിക്കാത്ത ഏതൊരു വസ്തുവിനെയും നമുക്ക് പൊക്കാൻ സാധിക്കും. ഇതൊരു സെയിം സാധനമല്ല, നമ്മൾ എയർ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യാൻ, മറ്റുള്ളവരെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ വസ്തുക്കളാണ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. താങ്ക് യു. എൻ്റെ പേര് വിശ്വജിത്ത് ആർ കൃഷ്ണൻ. ഞാൻ ആലന്തര സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ദിയ ഫാത്തിമ. ഞാൻ GHS തോന്നിക്കൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ആവണി സതീഷ്. ഞാൻ GHS തോന്നിക്കൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് ലക്ഷ്മി പി നായർ. ഞാൻ GHS തോന്നിക്കൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റിന്റെ പേര് കെമിക്കൽ ട്രാഫിക് എക്സ്പെരിമെന്റ് എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് ഷെയ്ക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ഷെയ്ക്ക് ചെയ്തു. അപ്പോൾ ഗ്രീൻ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. ഇതിൽ നമ്മൾ ട്രാഫിക് എന്ന വാക്ക് യൂസ് ചെയ്യാൻ കാരണം നമ്മൾ ട്രാഫിക് സിഗ്നലിൽ കാണുന്ന 3 കളേഴ്സ്, റെഡ്, ഗ്രീൻ, യെല്ലോ, ഈ 3 കളേഴ്സും നമുക്ക് ഇതിൽ കളർ ചേഞ്ചിലൂടെ കാണാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻഡിഗോ കാർമൈൻ, ഗ്ലൂക്കോസ് ലൈനി, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ ഇൻഡിഗോ കാർമൈൻ ഒരു ആൽക്കലീൻ ഇൻഡിക്കേറ്ററും സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലീനുമാണ്. ഇത് തമ്മിൽ റിയാക്ഷൻ നടക്കുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് കണ്ട ഗ്രീൻ കളർ ഇതിൽ ഫോം ചെയ്യുന്നത്. പിന്നീട് ഇതിന് കളർ ചേഞ്ച് ആവുന്ന എന്തെന്ന് വെച്ചാൽ ഈ ഗ്ലൂക്കോസും ഈ സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി റിഡക്ഷൻ നടന്ന സമയത്താണ് ഈ കളർ ചേഞ്ച് ആവുന്നത്. റിഡക്ഷൻ നടക്കുന്ന സമയത്ത് ഇവ രണ്ടും കൂടി ചേർന്ന് സോഡിയം ഗ്ലൂക്കോസൈഡായിട്ട് മാറും. പിന്നെ നമ്മളിത് ഷേക്ക് ചെയ്യുമ്പോൾ പിന്നെ പച്ച നിറമായിട്ട് വരുന്നുണ്ട്. കാരണം ഇൻഡിഗോ കാർമൈൻ ഈ ഫ്ലാസ്കിന്റെ ഇത്ര സൈഡിലുള്ള ഓക്സിജൻ ഓക്സിഡേഷൻ ചെയ്ത് പിന്നെയും വലിച്ചെടുത്താണ് പിന്നെയും പച്ച നിറത്തിൽ വരുന്നത്. ഇതിങ്ങനെ സൈക്കിൾ പോലെ നടക്കും. ഒരു 50 പ്രാവശ്യം നടക്കും. എന്നിട്ട് കളറിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇൻഡിഗോ കാർമൈൻ ഒഴിക്കേണ്ടി വരും. നന്ദി. ഹലോ എവരിവൺ, എൻ്റെ പേര് വർഷ. ഞാൻ ശ്രീ ശാരദാ വിലാസം ഗേൾസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് അക്ഷര. ഞാൻ ശ്രീ ശാരദ വിലാസം സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് മുഹമ്മദ് സബ. ഞാൻ GHS തോന്നിക്കലിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ആജ്ഞയുണ്ട്. ഞാൻ ടൗണിൽ പി സാറ്റിങ്ങിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞങ്ങളിവിടെ മഴയും നിറവും മണവും അപ്രകൃതമായി എന്ന പരീക്ഷണമാണ് നടത്തുന്നത്. ഇത് ഫണലാണ്, ഇത് ഫിൽട്ടർ പേപ്പറാണ്, ഇത് പൊടിച്ച കരിയാണ്, ഇതിലേക്ക് ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലിട്ട് ഡ്രോപ്പ് ആയിട്ട് ഫിൽട്ടർ ചെയ്ത് വരുന്ന വാട്ടറിന് ഇതിൻ്റെ അത്ര നിറവും മണവും ഒന്നും കാണത്തില്ല. കാരണം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന കരി എന്ന് പറയുന്നത് കാർബൺ ആണ്. കാർബണിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പർട്ടിയാണ്. ഇതിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന ഈ ജലത്തിലെ നിറവും മണവും ഒക്കെ കാർബൺ ആണ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് കാർബണിനെ എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് മാത്രമല്ല കാർബൺ അബ്സോർബ് ചെയ്യുന്നത് ജലത്തിനെയും വായുവിനെയും കൂടാതെ വിഷത്തിനെ വരെ അബ്സോർപ്ഷൻ ചെയ്ത് കളയുന്ന ഒരു പ്രക്രിയയാണ് ഈ കാർബൺ. ഈ കാണുന്ന ഗ്യാസ് മാസ്ക് കണ്ടില്ലേ, ഇതിൽ ഉപയോഗിച്ചിരുന്ന വേറെ കെമിക്കൽസ് ഒന്നുമില്ല, ഈ കാർബണാണ്, അതായത് കരി. ഇതിന് ഉപയോഗിക്കാൻ കാരണം ഇത് വിഷവായുക്കളെ വലിച്ചെടുത്ത് ശുദ്ധവായുവായിട്ട് നമുക്ക് ശ്വസിക്കാൻ തരുന്നു. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ കാർബൺ ഇതിൻ്റെ കൂടെ എല്ലാം റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും കാർബൺ അടങ്ങിയിട്ടുള്ള ഡയമണ്ട് മാത്രം ഇങ്ങനെയൊന്നും റിയാക്ട് ചെയ്യില്ല. കാരണം അതിൻ്റെ മോളിക്യൂൾസിന് ഭയങ്കര കട്ടിയായത് കൊണ്ട് തന്നെ അത് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ല.
ഇതൊക്കെ 1 ഗ്രാം കാർബൺ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1000-ലധികം സർഫേസ് ഡയറക്റ്റൻസ് ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രദേശങ്ങളിലൊന്നും കാണാൻ സാധിക്കാത്ത കാർബൺ എത്രമാത്രം ഉപയോഗങ്ങൾ ഉണ്ടെന്ന്, നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകണമെന്ന്. നമ്മുടെ ശരീരത്തിലും ഏറ്റവും കൂടുതലുള്ളത് ഈ കാർബൺ തന്നെയാണ്. ഈ കാർബൺ മാത്രമല്ല ഈ പ്രോസസ് ചെയ്യുന്നത് സിൽക്ക് പോലുള്ള മറ്റു വസ്തുക്കൾ ഈ പ്രോസസ് തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ പരീക്ഷണം കൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കിയിരിക്കുന്നത്. താങ്ക് യു. ഞാൻ ശ്രീഹരി ലിനേജ് അവനവഞ്ചേരി സ്കൂളിൽ നിന്ന് വരുന്നു. ഞാൻ ഋഷിദേവസ് ആറ്റിങ്ങൽ ബോയ്സിൽ നിന്ന് വരുന്നു. ഞാൻ കൃഷ്ണശ്രീ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തോന്നിക്കലിൽ നിന്ന് വരുന്നു. ഞങ്ങളോട് ചെയ്യാൻ പോകുന്നത് ജലധാര എന്ന് പറഞ്ഞ എക്സ്പെരിമെൻ്റ് ആണ്. ആയി നമുക്ക് എക്സ്പെരിമെൻ്റ് കാണാം. ഇതൊരു ജലധാര കണക്ക് വരാൻ കാരണം നമ്മൾ ഈ ബൗളിൻ്റെ അകത്ത് ആദ്യം ഒഴിച്ചത് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. അത് ലിക്വിഡ് ഫോമിലായ അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഗ്യാസ് ഫോമിലേക്ക് കുലുക്കി മാറ്റി. അതിനുശേഷം നമ്മൾ ഇത് കണക്ക് വെച്ച കണക്ക് നമ്മൾ ഡ്രോപ്പറിൽ വെള്ളം നമ്മൾ ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അമോണിയവും ഗ്യാസും ഈ ഡ്രോപ്പറിലുള്ള വെള്ളവും റിയാക്ട് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള മർദ്ദം കുറയുകയും പുറത്തുള്ള മർദ്ദമാണ് ഈ വെള്ളത്തിനെ തള്ളി നമുക്ക് ഇതിൻ്റെ അകത്തൊരു മനോഹരമായൊരു ഫൗണ്ടൻ നമുക്ക് കാണിച്ചു തരുന്നത്. 750 ലിറ്റർ അമോണിയ 1 ലിറ്റർ വെള്ളത്തിലാണ് ഡിസോൾവ് ആവുന്നത്. അതുകൊണ്ടാണ് നമുക്കുള്ള ഈ ഫാസ്റ്റിലുള്ള റിയാക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ടാങ്കുകൾ കഴുകാൻ അങ്ങനത്തെ ഒരു മോഡേൺ ടെക്നോളജീസ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഉള്ള മെഷീൻസാണ്. ഹായ്, ഞാൻ കൃഷ്ണപ്രിയ. ഞാൻ GGGS കോട്ടയം സ്കൂളിലുള്ള കുട്ടിയാണ്. അപ്പം ഞാൻ ആദർ കൃഷ്ണയാണ്. GBSS മോഡൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ കാർത്തിക് മഴയിൽ. ഞാൻ പഠിക്കുന്നത് HS ബാലരാമപുരം സ്കൂളിലാണ്, 7ാം ക്ലാസ്സിൽ. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ, ലൈറ്റ് ബെൻഡിങ് ആവുന്ന ലൈറ്റിനെ കുറിച്ചുള്ളതാണ് പറയാൻ പോകുന്നത്. ലൈറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും. എന്താ ലൈറ്റ് കറക്കാമല്ലോ? ലൈറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കും. ലൈറ്റിൻ്റെ വേഗത എന്ന് പറയുമ്പം ലൈറ്റ് നേരാണ് പോന്ന് പറഞ്ഞു. അപ്പം സർഫസിൽ വന്നിട്ട് ലൈറ്റ് താഴേക്ക് ബെൻഡ് ആയി പോകുന്നു. ഇത് വന്ന് ഹൈ ഡെൻസിറ്റി നിന്ന് ലോ ഡെൻസിറ്റിയിലേക്ക് പോവുകയാണ്. സൊല്യൂഷൻ എന്താണ്? ഇത് വന്നിട്ട് ഇത് വന്നിട്ട് ഒപ്റ്റിക് ഫൈബർ ആണ്. ഇത് നമുക്ക് ലേസർ കത്തിച്ച് നോക്കാം. പിന്നീട് നമ്മൾ നേരത്തെ ഒന്നായിട്ടാണ് എടുത്തത്, ഇനി കുറെ തവണ കൊടുത്തത്. ഇതെന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണിത്. കത്തി ലൈറ്റ് ഒരുപാട് ആയിട്ട് ബെൻഡ് ആയി പോകുന്നുണ്ടല്ലേ? അതെ. അത് വേണ്ട, ചുറ്റി പോണ. അടുത്തത് വന്നിട്ട് നമ്മൾ ലൈറ്റിൻ്റെ നേരെ ഈ ഒരു ഹോൾ ഇട്ടുണ്ട്. ഹോളിന് നേരെയായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ കൈ കൊണ്ട് വയ്ച്ചാൽ നമുക്കറിയാം ആ ലൈറ്റിൻ്റെ ആ ലൈറ്റ് നമ്മുടെ കയ്യിൽ വന്ന് പതിക്കും. ഇത് ലൈറ്റിൻ്റെ റിഫ്രാക്ഷനെ കുറിച്ചുള്ളതാണ്. ഇതാണ് ടോട്ടൽ ഇന്റർണൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വേറൊരെണ്ണമുണ്ട്. നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതേപോലെ ഡിഫ്രാക്ഷൻ ചെയ്യുന്നത്. ഇത് ഡിഫ്രാക്ഷൻ ആണ്. താങ്ക് യു.
ഇവിടെ ഉള്ള പവലിയനുകളിൽ വെച്ച് ഏറ്റവും നല്ലൊരു പവലിയനും വളരെ എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്ന പ്രസൻറ്റ് ചെയ്യുന്ന കുറേ കുട്ടികളെ നമുക്കിവിടെ കാണാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി അങ്ങോട്ട് നോക്കാം.